തേനീച്ചയുടെ എബ്രായ പദം ദെവൂറാഹ് എന്നാണ്. ഏകവചനത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ ബഹുവചനത്തിൽ ദവോറീം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. തേനീച്ചയെ കുറിക്കുന്ന 4 ഭാഗങ്ങളുണ്ട് ബൈബിളിൽ. ആവർത്തനം 1:44, ന്യായാധിപന്മാർ 14:8, സങ്കീർത്തനം 118:12, യെശയ്യാ പ്രവചനം 7:18. ദെബോര എന്ന പേരിൻ്റെ അർത്ഥം തേനീച്ച എന്നാണ്. പലസ്തീനിലെ തേനീച്ച പൊതുവെ ചെറുതാണ്. അവ വൃക്ഷങ്ങളിലും മനുഷ്യന് ദുഷ്പ്രാപമായ പാറപ്പിളർപ്പുകളിലും കൂടുകെട്ടുന്നു. 1 ശമൂവേൽ 14:25-26, ആവർത്തനം 32:13, സങ്കീർത്തനം 81:16. തേനിനെക്കുറിച്ച് അനേകം സൂചനകൾ ബൈബിളിലുണ്ട്. പലസ്തീൻ പാലും തേനും ഒഴുകുന്ന ദേശമാണ്. തേൻ ഒരു വ്യാപാര ചരക്കായിരുന്നു. യെഹെസ്കേൽ പ്രവചനം 27:17. മിസ്പയിൽ തേനിൻ്റെ സംഭാരമുണ്ടായിരുന്നു. യെരമ്യാ പ്രവചനം 41:8. തേൻകട്ട അണ്ണാക്കിന് മധുരമത്രേ. സദൃശവാക്യം 24:13. എന്നാൽ ഏറെ തേൻ കുടിക്കുന്നത് നന്നല്ല. സദൃശവാക്യം 25:16-17. ശിംശോൻ കൊന്ന സിംഹത്തിൻ്റെ ഉടലിനകത്ത് കുറെ കാലം കഴിഞ്ഞ ശേഷം കണ്ട തേനീച്ചക്കൂട്ടവും തേനും പ്രസിദ്ധമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 14:8. ദഹനയാഗത്തിന് തേൻ ഉപയോഗിക്കുവാൻ പാടില്ല എന്നാണ് ലേവ്യ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത്.